Welcome all. In this section, we are going to discuss about interchange of limits, and the first one is interchange of limit and continuity, and interchange of limit and derivative, and interchange of limit and integral, and then bounded convergence theorem followed by a problem. Okay, first we will see some illustrative examples. Okay, first example is f(n) of x is equal to x raised to n for x element of closed level 0, 1. ഇവിടെ ഈച്ച് എഫ് എൻ കണ്ടിന്യൂസ് ആണ് ഓൺ ക്ലോസ് ലെവൽ 0, 1. അതുപോലെ സീക്വൻസ് എഫ് എൻ കൺവേർജസ് പോയിന്റ് വൈസ് ആണ് ടു ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1 ആൻഡ് ഇസ് ഈക്വൽ ടു 1 ഫോർ എക്സ് ഈക്വൽ ടു 1. ബട്ട് എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ലെവൽ 0, 1. ഇത് എന്തിനുള്ള എക്സാമ്പിളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് എഫ് എൻ തന്നിട്ടുണ്ട്. അവരെല്ലാവരും കണ്ടിന്യൂസ് ആണ് ആൻഡ് കൺവേർജൻസ് പോയിന്റ് വൈസ് ആണ് എങ്കിൽ എഫ്, അതായത് കൺവേർജ് ചെയ്യുന്ന ഫംഗ്ഷൻ എഫ് കണ്ടിന്യൂസ് ആകണമെന്നില്ല എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ്. അതായത് എല്ലാ എഫ് എന്നുകളും കണ്ടിന്യൂസ് ആണ്, കൺവേർജൻസ് പോയിന്റ് വൈസ് ആണെങ്കിൽ ലിമിറ്റിംഗ് ഫംഗ്ഷൻ എഫ് കണ്ടിന്യൂസ് ആകണം നിർബന്ധമില്ല എന്ന് കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ് ഫസ്റ്റ് എക്സാമ്പിൾ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് fn of x is equal to x raised to n for x element of closed level 0, 1. Here each fn is differentiable on 0, 1, but the limit function f is not differentiable at x equal to 1. Okay, ഇത് എന്തിനുള്ള എക്സാമ്പിളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ ഈച്ച് എഫ് എൻ ഡിഫറൻഷ്യബിൾ ആണ്, കൺവേർജൻസ് പോയിന്റ് വൈസ് ആണ്, പക്ഷേ ലിമിറ്റിംഗ് ഫംഗ്ഷൻ എഫ് ഡിഫറൻഷ്യബിൾ ആകണമെന്നില്ല. അതിൻ്റെ എക്സാമ്പിളാണ്. ആൻഡ് ദെൻ എക്സാമ്പിൾ 3ൽ നമുക്ക് gn of x തന്നിട്ടുണ്ട്. അത് കൺവേർജ് ചെയ്യുന്ന പോയിന്റ് വൈസ് ആയിട്ട് കൺവേർജ് ചെയ്യുന്ന ഫംഗ്ഷനും കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരെല്ലാവരും കണ്ടിന്യൂസ് ആണ്, പക്ഷേ ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ ഓഫ് ദ ലിമിറ്റും ലിമിറ്റ് ഓഫ് ദ ഇൻ്റഗ്രലും സെയിം ആയിട്ട് കാണാൻ പറ്റില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതായത് ലിമിറ്റ് ഓഫ് ദി ഇൻ്റഗ്രൽ നീഡ് നോട്ട് ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ദ ലിമിറ്റ് എന്നുള്ളതാണ്. ഇവിടെ ഈച്ച് gn-ഉം g-യും കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ അവരെല്ലാവരും റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. സോ റീമാൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻസ് ആണെങ്കിൽ കൂടെ ഇൻ്റഗ്രൽ ഓഫ് ദ ലിമിറ്റും ലിമിറ്റ് ഓഫ് ദി ഇൻ്റഗ്രലും സെയിം ആകണം എന്നില്ല എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് മൂന്നാമത്തേത്. ഓക്കെ, സോ ഈ 3 എക്സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ 3 തിയറംസ് വരുന്നത്. ഫസ്റ്റ് തിയറം ഇൻ്റർചേഞ്ച് ഓഫ് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി. അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് എക്സാമ്പിളിൽ കണ്ടതുപോലെ എല്ലാ എഫ് എന്നുകളും കണ്ടിന്യൂസ് ആവുകയും കൺവേർജൻസ് പോയിന്റ് വൈസ് ആയിക്കഴിഞ്ഞാൽ ലിമിറ്റിംഗ് ഫംഗ്ഷൻ എഫ് കണ്ടിന്യൂസ് ആവുന്നില്ല എന്ന് കണ്ടല്ലോ. അപ്പോൾ ആ ലിമിറ്റിംഗ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകാനായിട്ട് എന്താണ് വേണ്ടത് എന്നുള്ളതാണ് ഈ തിയറത്തിൽ നമ്മൾ പറയുന്നത്. എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർജൻസ് പോയിന്റ് വൈസ് മാത്രം പോരാ, കൺവേർജൻസ് യൂണിഫോം ആയിട്ട് തന്നെ കിട്ടിയാലാണ് ലിമിറ്റിംഗ് ഫംഗ്ഷൻ എഫിന് കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, so the theorem is let fn be a sequence of continuous functions on a set A subset of R, and suppose that fn converges uniformly to a function f from A to R, then f is continuous on capital A. ഓക്കെ, ദാറ്റ് ഈസ് നമ്മുടെ കയ്യിലുള്ള സീക്വൻസ് എഫ് എൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ സീക്വൻസ് ആണ്. എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ആണ്. അങ്ങനെയാണെങ്കിൽ എഫും കണ്ടിന്യൂസ് ആയിരിക്കും എന്നുള്ളതാണ് തിയറം. സോ വി വിൽ സീ ദ പ്രൂഫ്. സപ്പോസ് വി ഹാവ് fn converges to f uniformly on A and each fn is continuous on capital A. We need to show that f is continuous on capital A. Okay, so choose epsilon positive. We have fn converges to f uniformly on A. So for this we can apply the definition that is corresponding to epsilon. There exists a k epsilon element of n such that modulus of fn of x minus f of x is less than epsilon by 3 for all n greater than or equal to k epsilon for all x element of A. Let it be equation number 1. ഇനി നമ്മൾ ആ k epsilon ഇവിടെ k എന്ന് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് നമ്മളതിന് നൊട്ടേഷൻ കൊടുക്കുന്നതാണ് കേട്ടോ. നൗ നമുക്ക് എഫ് കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സി എന്ന് പറയുന്നൊരു പോയിന്റ് എടുക്കുന്നു, സി എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ. സോ given each fn is continuous on capital A and so each fn is continuous at the point C. In particular fk is continuous at C. k എന്ന് പറഞ്ഞാൽ k epsilon ആണ്. നമ്മളത് നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് k എന്നുള്ള നൊട്ടേഷൻ കൊടുത്തു. അപ്പോൾ നമുക്ക് fk എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ആ സീക്വൻസിൻ്റെ ഉള്ളിലുണ്ട്. ആ ഫംഗ്ഷനും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും C എന്ന് പറയുന്ന പോയിന്റിൽ. സോ വി ക്യാൻ അപ്ലൈ ദ ഡെഫിനിഷൻ ഫോർ ദ corresponding the epsilon mentioned above. We can find a delta such that modulus of fk of x minus fk of c is less than epsilon by 3 whenever mod x minus c is less than delta. Let it be equation number 2. നമ്മളിവിടെ
ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എഴുതിയിട്ടുള്ളത് എഫ് കെ എന്ന് പറയുന്ന ഫംഗ്ഷൻ സി എന്ന് പറയുന്ന പോയിന്റിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ളതിൻ്റെ ഡെഫിനിഷനാണ്. ഓക്കെ, നൗ നമുക്ക് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ആ സി എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് കാണിച്ചാൽ സി ആർബിട്രറി ആയതുകൊണ്ട് എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂറ്റി കിട്ടിയെന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. അതിന് നമുക്ക് കുറച്ച് ടേംസ് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവിടെ എഫ് കെ ഓഫ് എക്സ് ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു, അതുപോലെ എഫ് കെ ഓഫ് സി ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. മോഡുലസിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ച് മോഡുലസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരും. എന്നിട്ട് ഓരോ ടേംസും നമ്മുടെ ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലെസ് ദാൻ ε/3 എന്ന് എഴുതാൻ പറ്റും. ആൻഡ് സോ വി ഗെറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ എപ്സിലോൺ whenever mod x minus c is less than delta. This means that f is continuous at the point c, and so f is continuous on capital A because the point c is arbitrary. So this is the proof of the theorem. Next we have a note. The converse of the above theorem need not be true. അതായത് എഫ് എന്നുകളൊക്കെ കണ്ടിന്യൂസ് ആണ്, എഫും കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് കൊണ്ട് കൺവേർജൻസ് യൂണിഫോം ആകണമെന്നില്ല. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് എഫ് എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൻ എക്സ് ബൈ 1 + n സ്ക്വയർ എക്സ് സ്ക്വയർ ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ് ഇൻ്റർവൽ 0, 1 n ഈക്വൽ ടു 1, 2, 3, 4 എക്സെട്ര. ഈ ഒരു സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈച്ച് എഫ് എൻ ഈസ് കണ്ടിന്യൂസ്, ഓക്കെ, ഓൺ ക്ലോസ് ഇൻ്റർവൽ 0, 1, ആൻഡ് എഫ് ഓഫ് എക്സ് ലിമിറ്റ് ഫംഗ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 0 ആയിട്ട് കിട്ടും ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് 0, 1 വിച്ച് ഇസ് ക്ലിയർലി കണ്ടിന്യൂസ്. പക്ഷേ ഇത് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. ഇവിടെ നമുക്ക് കൺവേർജൻസ് യൂണിഫോം അല്ല എന്നുള്ളതാണ് അവിടെ കാണാൻ പറ്റുക. ഓക്കെ, സോ ദിസ് ഇസ് എ കൗണ്ടർ എക്സാമ്പിൾ ഫോർ ദ കോൺവേഴ്സ് ഓഫ് ദ എബോവ് തിയറം നീഡ് നോട്ട് ബി ട്രൂ. നെക്സ്റ്റ് വി ഹാവ് ദ സെക്കൻഡ് തിയറം, ഇൻ്റർചേഞ്ച് ഓഫ് ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്. അതായത് എഫ് എന്നുകളൊക്കെ എഫ് എന്നുകളൊക്കെ ഡിഫറൻഷ്യബിൾ ആവുകയും കൺവേർജൻസ് പോയിൻ്റ് വൈസ് ആകുകയും ചെയ്തതുകൊണ്ട് എഫിന് എന്ത് കിട്ടണമെന്നില്ല, ഡിഫറൻഷ്യബിലിറ്റി കിട്ടണമെന്നില്ല എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അത് എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളതാണ് ഈ തിയറത്തിൽ നമ്മൾ പറയുന്നത്. ഇതിൻ്റെ തിയറം മാത്രമേ ഉള്ളൂ, പ്രൂഫ് നിങ്ങൾക്ക് ഒമിറ്റഡ് ആണ് സിലബസിൽ. ഓക്കെ, ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ലെറ്റ് ജെ സബ്സെറ്റ് ഓഫ് ആർ ബി എ ബൗണ്ടഡ് ഇൻ്റർവൽ ആൻഡ് ലെറ്റ് സീക്വൻസ് എഫ് എൻ ബി എ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് ഓൺ ജെ ടു ആർ. Suppose there exists x0 element of J such that sequence fn of x0 converges and sequence fn dash of derivatives x is on J and converges uniformly to a function g on J. Then sequence fn converges uniformly to a function f on J that has a derivative at every point of J and f dash is equal to G. ഓക്കെ, അപ്പോൾ ഈ തിയറത്തിൽ നമുക്കൊരു സീക്വൻസ് എഫ് എൻ തന്നിട്ടുണ്ട്. അത് ജെ ടു ആർ ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആ സീക്വൻസിലുള്ള ഓരോരുത്തരും ഡിഫറൻഷ്യബിളാണ്. അതായത് നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യബിൾ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. സീക്വൻസ് എഫ് എൻ ഡാഷ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഒറിജിനൽ സീക്വൻസ് എഫ് എൻ ഒരു പോയിന്റിൽ ജെയിലുള്ള ഒരു പോയിന്റ് എക്സ് നോട്ടിൽ സീക്വൻസ് എഫ് എൻ ഓഫ് എക്സ് നോട്ട് കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ കൺവെർജൻ്റ് ആയിട്ട് കിട്ടണം. അതാണ് ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. അതായത് ഒരു പോയിന്റിൽ നമുക്ക് എന്ത് കിട്ടണം, സീക്വൻസ് എഫ് എൻ ഓഫ് എക്സ് നോട്ട് കൺവെർജസ് ആയിട്ട് കിട്ടണം. പിന്നെ സീക്വൻസ് എഫ് എൻ ഡാഷ് എക്സിസ്റ്റിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു. അത് ജി എന്ന് പറയുന്നൊരു ഫംഗ്ഷനിലേക്ക് പോയിന്റ് വൈസ് കൺവേർജൻസ് ഉണ്ടാകുകയും വേണം. ഓക്കെ, സീക്വൻസ് എഫ് എൻ ഡാഷ് കൺവേർജസ് പോയിന്റ് വൈസ് ടു എ ഫംഗ്ഷൻ ജി ആയിട്ട് കിട്ടേ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, സീക്വൻസ് എഫ് എൻ, നമ്മുടെ കയ്യിലുള്ള ഒറിജിനൽ സീക്വൻസ് എഫ് എൻ കൺവേർജസ് യൂണിഫോംലി ടു എ ഫംഗ്ഷൻ എഫ് ഓൺ ജെ എന്ന് പറയാൻ പറ്റും. അതായത് നമ്മുടെ കയ്യിലുള്ള ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള സീക്വൻസ് കൺവെർജസ് യൂണിഫോംലി ടു എ ഫംഗ്ഷൻ എഫ് എന്ന് പറയാൻ പറ്റും. ഈ എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ജിയുടെ നമ്മളിപ്പോൾ കണ്ട എഫ് എന്ന് പറയുന്നത് ആ എഫിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും നമ്മൾ നേരത്തെ കണ്ട ജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സീക്വൻസ് എഫ് എൻ ഡാഷ് എവിടേക്കാണോ കൺവേർജ് ചെയ്യുന്നത് അത് ഡെറിവേറ്റീവ് ആയിട്ട് വരുന്ന രീതിയിൽ ഒരു ഫംഗ്ഷൻ എഫിലേക്ക് നമ്മുടെ സീക്വൻസ് എഫ് എൻ കൺവെർജസ് യൂണിഫോമായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സീക്വൻസ് എഫ് എൻ ഓഫ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് എഫ് എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനിലേക്ക് യൂണിഫോമായിട്ട് കൺവെർജൻ്റ് ആകാനുള്ള കണ്ടീഷനാണ് ഇപ്പോൾ ഈ തിയറത്തിൽ നമ്മൾ കണ്ടത്. എന്താണ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്വൻസ് എഫ് എൻ ഡാഷ് ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലേക്ക് കൺവെർജസ് യൂണിഫോമലി ആയിരിക്കും വേണം. ഒരു പോയിൻ്റ് എക്സ് നോട്ടിൽ സീക്വൻസ് എഫ് എൻ ഓഫ് എക്സ് നോട്ട് കൺവെർജസ് ആയിരിക്കും വേണം. ഓക്കെ, so this is the theorem. Next we have a problem. Show that the sequence fn where fn of x is equal to log
1 plus n cube x square divided by n square is uniformly convergent on closed level 0, 1. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഫംഗ്ഷൻ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് യൂണിഫോംലി കൺവേർജൻ്റ് ആണെന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, അത് നമ്മളിപ്പോൾ പറഞ്ഞ തിയറം വെച്ചിട്ടാണ് നമ്മളിവിടെ ഷോ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ x0 എന്ന് പറയുന്ന പോയിൻ്റായിട്ട് എടുക്കാൻ പോകുന്നത് ക്ലോസ് ലെവൽ 0, 1 സീറോനെയാണ്. ഓക്കെ, അപ്പോൾ സീക്വൻസ് fn(0) നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. സീക്വൻസ് fn(0) എന്ന് പറയുന്നത് എക്സിന് പകരം 0 എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് log 1/n² which is equal to 0/n² which is equal to 0 for every n element of n, and so sequence fn(0) converges to 0 as n tends to infinity. അപ്പോൾ നമുക്ക് ഒരു പോയിന്റിൽ x0 എന്ന് പറഞ്ഞ 0 എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ സീക്വൻസ് fn(x0) കൺവേർജസ് ആയിട്ട് കിട്ടി. സോ ഒരു കണ്ടീഷൻ നമ്മളിവിടെ ഹോൾഡ് ചെയ്തു. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് fn' കുറിച്ചാണ്. സോ fn' നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്നത് 2nx/1 + n³ x² എന്നാണ് ഫോർ എവറി x element of closed level 0, 1. If we check the limit as n tends to infinity of fn'(x), we can see that this is equal to 0 for every x element of open 0 closed 1. Also limit n tends to infinity fn'(0) is equal to 0. So എല്ലാ fn'(x)കളും ലിമിറ്റ് n tends to ഇൻഫിനിറ്റിയിൽ പോകുന്നത് 0ലേക്കാണെന്ന് മനസ്സിലായി. ദാറ്റ് മീൻസ് നമുക്ക് ഫൈ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം ക്ലോസ് ലെവൽ 0, 1 എന്ന ആറിലേക്ക് ബൈ φ(x) is equal to 0 for every x element of 0, 1. അതായത് fn'(കൾ) എങ്ങോട്ടാണോ കൺവേർജ് ചെയ്തത് ആ പോയിന്റുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫൈ ഡിഫൈൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് സീക്വൻസ് fn' കൺവേർജസ് ടു ഫൈ പോയിന്റ് വൈസ് ഓൺ ക്ലോസ് ലെവൽ 0, 1. ഓക്കെ, ഇനി ഈ കൺവേർജൻസ് യൂണിഫോം ആണെന്നും കൂടെ നമുക്ക് പറഞ്ഞാലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ തിയറം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോം ചെക്ക് ചെയ്യാണ്. നോം fn'-5 ഓൺ 0, 1 ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ദാറ്റ് ഈസ് ദ സുപ്രീമം ഓഫ് 2nx/1 + n³ x² എന്ന് വരും ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ് ലെവൽ 0, 1. ഇനി അതിൻ്റെ സുപ്രീമം വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വീണ്ടും മുന്നത്തെ പ്രോബ്ലംസിൽ ചെയ്തിട്ടുള്ള പോലെ y ആയിട്ട് 2nx/1 + n³ x² എടുക്കുന്നു. y' കാൽക്കുലേറ്റ് ചെയ്യുന്നു. y' 0ക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കിട്ടും. ദാറ്റ് ഈസ് x is equal to 1/n³/2. എന്നിട്ട് ആ പോയിൻറ്റിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ആണോ ലെസ് ആണോ നോക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റിൽ y' ഗ്രേറ്റർ ദാൻ 0 ആയിട്ടും റൈറ്റിൽ y' ലെസ് ദാൻ 0 ആയിട്ട് കിട്ടും. അതായത് ലെഫ്റ്റിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിട്ടും റൈറ്റിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആയിട്ടും കിട്ടും. ദാറ്റ് മീൻസ് അറ്റ് ദ പോയിൻറ്റ് 1/n³/2 the function has a maximum, absolute maximum. Okay, so the maximum value is we get 1/√10. അപ്പോൾ നമുക്ക് ആ സുപ്രീമം വാല്യൂ എത്രയാണെന്നുള്ളത് മനസ്സിലായി. ദാറ്റ് ഈസ് 1/√10. സോ ദർഫോർ norm of fn'-5 which is equal to 1/√10, and the limiting value is 0 clearly as n tends to infinity. This means that the convergence is uniform. That is, sequence fn' converges uniformly to phi on closed level 0, 1. Okay, അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള തിയറം വെച്ചിട്ട് എന്ത് പറയാം, നമ്മുടെ ഒറിജിനൽ സീക്വൻസ് fn കൺവേർജസ് യൂണിഫോംലി ഓൺ ക്ലോസ് ലെവൽ 0, 1 എന്ന് പറയാം ടു എ ഫംഗ്ഷൻ f വിച്ച് ഹാസ് എ ഡെറിവേറ്റീവ് അറ്റ് എവറി പോയിന്റ് ആൻഡ് f' is equal to phi. ഓക്കെ, സോ നമുക്ക് പ്രോബ്ലത്തിൽ എന്തേ കാണിക്കേണ്ടിയിരുന്നുള്ളൂ, കൺവേർജസ് യൂണിഫോംലി ഇത് മാത്രമേ കാണിക്കേണ്ടിയിരുന്നുള്ളൂ, ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നില്ല. അപ്പോൾ ഇവിടെ ബൈ ദ തിയറം നമുക്ക് എന്ത് പറയാം, കൺവേർജസ് യൂണിഫോംലി ടു എ ഫംഗ്ഷൻ f ആയിരിക്കും. ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ട phi ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ദ problem. Next we have another theorem, interchange of limit and integral. ഇത് നമ്മുടെ ഇല്ലസ്ട്രേറ്റീവ് എക്സാമ്പിൾ മൂന്നാമത്തേന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തിയറാണ്. അവിടെ നമ്മൾ കണ്ടു റീമാൻ ഇൻറ്റഗ്രബിൾ ആണ് ഓരോ gn-കളും അതുപോലെ ലിമിറ്റിംഗ് ഫംഗ്ഷൻ ആയിട്ടുള്ള gയും. എന്നിരുന്നാൽ കൂടെ ഇൻറ്റഗ്രലും ലിമിറ്റും ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റണമെന്നില്ല എന്നുള്ളത്. ഓക്കെ, കൺവെർജൻസ് അവിടെ യൂണിഫോം ആയിരുന്നു. കൺവെർജൻസ് അവിടെ യൂണിഫോം അല്ലായിരുന്നു, പോയിന്റ് വൈസ് മാത്രമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് തിയറത്തിൽ എന്താണ് പറയണമെന്ന് നോക്കാം. ലെറ്റ് fn be a sequence of functions in RAB and suppose that sequence fn converges uniformly to f on AB, then f element of RAB and integral a to b f of x dx is equal to limit integral a to b fn of x dx. ഓക്കെ, സോ ഇവിടെ റീമാൻ ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻസ്, റീമാൻ ഇൻറ്റഗ്രബിൾ ആയിട്ടുള്ള സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസിൻ്റെ തിയറാണിത്. അവിടെ എല്ലാ എഫിൻ്റെകളും റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്. fn എഫിലേക്ക് യൂണിഫോം ആയിട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട് എങ്കിൽ എഫും റീമാൻ ഇൻറ്റഗ്രബിൾ ആയിരിക്കും. അതുപോലെ ലിമിറ്റും ഇൻറ്റഗ്രലും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ എഫ്എന്നുകളൊക്കെ റീമാൻ ഇൻറ്റഗ്രബിൾ ആയതുകൊണ്ട് എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ ആണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഈ ഒരു തിയറം. എപ്പോഴാണ് എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ ആവുള്ളൂ? കൺവെർജൻസ് യൂണിഫോം ആകുമ്പോൾ മാത്രം. ഓക്കെ, സോ വി വിൽ സീ ദ പ്രൂഫ്.
Suppose we have sequence fn element of RAB for every n, and sequence fn converges to f uniformly on closed double AB. Okay, so by Cauchy criterion we can write given epsilon greater than 0 and there exists h epsilon element of n such that norm fm minus fn on AB is less than epsilon for all mn greater than or equal to h epsilon. ഇത് സീക്വൻസ് എഫിലേക്ക് യൂണിഫോം ആയിട്ട് കൺവേർജ് ചെയ്യണമെന്നുള്ള കഥയിൽ കോഷി ക്രൈറ്റീരിയൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് നോം ഓഫ് എഫ് എം മൈനസ് എഫ് എൻ which is the supremum of mod fm of x minus fn of x for x element of AB is less than epsilon for all mn greater than or equal to h epsilon എന്ന് എഴുതാൻ പറ്റും. ഇത് സുപ്രീമം തന്നെ ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ സെറ്റിലുള്ള ഓരോ വാല്യൂസും ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അത് വെച്ച് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് വരാം. എന്നിട്ട് അതൊന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് രണ്ട് സൈഡും ഒന്ന് അറേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷനും കൂടെ ചെയ്യണം. ഇൻ്റഗ്രൽ എ ടു ബി അതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് മൈനസ് എപ്സിലോൺ ഇൻറ്റു ബി മൈനസ് എ ഈസ് ലെസ് ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് എം മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ ഈസ് ലെസ് ദൻ എപ്സിലോൺ ഇൻറ്റു ബി മൈനസ് എ ഫോർ എവരി എം എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എപ്സിലോൺ. ഇതിനെ നമ്മളൊന്ന് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് എം മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു ബി മൈനസ് എന്ന് എഴുതാൻ പറ്റും ഫോർ എവരി എം എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എപ്സിലോൺ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ എന്ന് പറയുന്ന സീക്വൻസ് ഒരു കോഷി സീക്വൻസ് ആണ് ആറിൽ എന്നാണ്. ഓക്കെ, കാരണം എപ്സിലോൺ ആർബിട്രറി ആണ്. അപ്പോൾ ദിസ് ക്വാണ്ടിറ്റി ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ദിസ് മീൻസ് ദാറ്റ് സീക്വൻസ് integral a to b fn is a Cauchy sequence, and we know that in R every Cauchy sequence converges. So ഈ ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന നമ്പറായിട്ട് നമ്മൾ ക്യാപിറ്റൽ എ എടുക്കുകയാണ്. ഓക്കെ, ഓൾസോ വി ഹാവ് സീക്വൻസ് എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ഓൺ ക്ലോസ് ലെവൽ എ ബി. അവിടെ നമുക്ക് ഡെഫിനിഷൻ കൊടുക്കാം. ഫോർ എവരി എപ്സിലോൺ വി ക്യാൻ ഫൈൻഡ് എ നാച്ചുറൽ നമ്പർ കെ എപ്സിലോൺ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് is less than epsilon for every n greater than or equal to k epsilon and for all x element of closed level AB. Let it be equation number 1. Now let P dot be any tagged partition of AB എടുക്കുകയാണ്. Then modulus of S f n P dot minus S f P dot നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് is less than epsilon into b minus a എന്ന് കിട്ടും for every n greater than or equal to k epsilon using equation number 1. Okay, that is modulus of S f n P dot minus S f P dot is less than epsilon into b minus a for every n greater than or equal to k epsilon. Let it be equation number 2. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുകളിൽ കണ്ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് എന്ന് പറഞ്ഞ സീക്വൻസ് എ എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് കൺവേർജ് ചെയ്തതെന്നുള്ളത് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഡെഫിനേഷൻ കൊടുക്കാം. കറസ്പോണ്ടിങ് ടു എപ്സിലോൺ എബവ് വി ക്യാൻ ഫൈൻഡ് എ നാച്ചുറൽ നമ്പർ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ആർ മൈനസ് എ ഇസ് ലെസ് ദാൻ എപ്സിലോൺ. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 3. അത് ആ ഒരു സീക്വൻസ് എയിലേക്ക് കൺവേർജ് ചെയ്തത് കൊണ്ട് നമുക്ക് ഇങ്ങനൊരു ആറിനെ കെ എപ്സിലോണിന് മുകളിൽ നിൽക്കുന്ന ഇങ്ങനൊരു ആറിനെ കണ്ടുപിടിക്കാനായിട്ട് പോസിബിളാണ്. ഓക്കെ, ഇനി എല്ലാ എഫിൻ്റെകളും റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ ഇപ്പോൾ നമ്മൾ കണ്ട എഫ് ആറും റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. സോ അവിടെ നമുക്ക് ഡെഫിനിഷൻ കൊടുക്കാം. കറസ്പോണ്ടിങ് ടു ദ എപ്സിലോൺ ദർ എക്സിസ് എ ഡെൽറ്റ ഡിപ്പെൻഡിങ് ഓൺ ആർ ആൻഡ് എപ്സിലോൺ സച്ച് ദാറ്റ് മോഡ് എസ് എഫ് ആർ പി ഡോട്ട് മൈനസ് integral a to b fr is less than epsilon whenever norm p dot is less than delta r epsilon എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് ഇത് സെറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട റിസൾട്ട് നമ്മളിൽ ചെക്ക് ചെയ്യാൻ പോവാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്നാണ്. ഓക്കെ, സോ വി ആർ ചെക്കിംഗ് മോഡുലസ് ഓഫ് എസ് എഫ് പി ഡോട്ട് മൈനസ് ക്യാപിറ്റൽ എ. അതിൽ നമ്മൾ കുറച്ച് ടേംസിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, മോഡുലസിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഓരോ ടേംസും നമ്മുടെ ഇക്വേഷൻസ് 2, 3, 4 യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു ബി മൈനസ് എ പ്ലസ് എപ്സിലോൺ എന്ന് കിട്ടും. ദാറ്റ് ഈസ് എപ്സിലോൺ ഇൻറ്റു ബി മൈനസ് എ പ്ലസ് 2 ഫോർ ഓൾ പാർട്ടീഷൻസ് പി ഡോട്ട് വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ ആർ എപ്സിലോൺ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താണ്? എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്നും അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ആണെന്നാണ്. അതായത് integral a to b f എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ആണ്. ബട്ട് ക്യാപിറ്റൽ എ ഈസ് ആക്ച്വലി ദ ലിമിറ്റ് ഓഫ് integral a to b fn. ഓക്കെ, ദാറ്റ് ഈസ് integral a to b f is equal to limit n tends to infinity integral a to b fn. സോ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് നമ്മൾ ഷോ ചെയ്തു. അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്
ലിമിറ്റ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് എന്നോട് ഈക്വൽ ആണെന്നും ഷോ ചെയ്തു. സോ ദിസ് ഇസ് ദ പ്രൂഫ് ഓഫ് ദ തിയറം. നെക്സ്റ്റ് വി ഹാവ് വൺ മോർ തിയറം, ബൗണ്ടഡ് കൺവെർജൻസ് തിയറം. ഇതിൽ തിയറം മാത്രമേ ഉള്ളൂ, പ്രൂഫ് ഒമിറ്റഡ് ആണ്. ഈ തിയറത്തിൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. Let sequence fn be a sequence in RAB that converges on AB to a function f element of RAB. Suppose there exists beta greater than 0 such that modulus of fn of x less than or equal to beta for all x element of closed level AB and for all n element of n. Then integral a to b f of x dx is equal to limit n tends to infinity integral a to b fn of x dx. അപ്പോൾ ഈ തിയറത്തിൽ നമ്മുടെ സീക്വൻസ് എഫ് എൻ, അതിലുള്ള ഓരോ എഫ് എന്നുകളും റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. ആൻഡ് അത് കൺവേർജ് ചെയ്യുന്നത് എഫ് എന്ന് പറഞ്ഞ റീമാൻ ഇൻ്റഗ്രബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിലേക്കാണ്. ഓക്കെ, അതായത് എഫ് എന്നുകളും റീമാൻ ഇൻ്റഗ്രബിൾ ആണ്, എഫും റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. ആൻഡ് എഫ് എന്നുകളൊക്കെ യൂണിഫോംലി ബൗണ്ടഡ് ആണ്. അതായത് ഒരു ബീറ്റ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സച്ച് ദാറ്റ് മോഡ് എഫ് എൻ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് എ ബി ആൻഡ് ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ എഫിനുകളെയും ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന, അതും എല്ലാ പോയിൻറ്റ്സിലും ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബി അല്ലെങ്കിൽ ഒരു ബീറ്റ അവിടെ ഉണ്ടെന്നാണ്. ദാറ്റ് മീൻസ് യൂണിഫോംലി ബൗണ്ടഡ് ആണ് നമ്മുടെ സീക്വൻസ് എഫ് എൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലിമിറ്റും ഇൻ്റഗ്രലും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഈ തിയറം പറയുന്നത്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ ഓഫ് എക്സ് ഡി എക്സ്. Okay, so this is the bounded convergence theorem. Next we have a problem. Let fn be defined for n greater than or equal to 2 by fn of x is equal to step function ആയിട്ടാണ് തന്നിട്ടുള്ളത്, 3 സ്റ്റെപ്പ് ആയിട്ടുണ്ട്. Show that fn is not uniformly convergent on closed level 0, 1. ഇത് യൂണിഫോംലി കൺവേർജൻ്റ് അല്ല എന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് യൂസിങ് ദ തിയറം ഓഫ് ഇൻ്റർചേഞ്ച് ഓഫ് ലിമിറ്റ് ആൻഡ് ഇൻ്റഗ്രൽ. ഓക്കെ, സോ ഇവിടെ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ എഫ് എൻ ഓഫ് എക്സ്, സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് എഫ് എൻ ഓഫ് എക്സ് നോക്കാം. അതിൽ നമ്മുടെ ലിമിറ്റിംഗ് ഫംഗ്ഷൻ എഫ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ എവിടേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി വി നോ 1/n ടെൻസ് ടു 0 ആൻഡ് 2/n ഓൾസോ ടെൻസ് ടു 0. Therefore എഫ് എൻ ഓഫ് എക്സിൻ്റെ വാല്യൂവിൽ നമുക്ക് ക്ലോസ് ലെവൽ 0 to 1 ഒരേ ഒരു വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ, ദാറ്റ് ഈസ് 0. ഓക്കെ, കാരണം ആദ്യത്തെ സ്റ്റെപ്പ് ഇരിക്കുന്നത് 0 to 1/n, അടുത്ത സ്റ്റെപ്പ് ഇരിക്കുന്നത് 1/n to 2/n. അപ്പോൾ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ ഈ പറഞ്ഞ 1/n 2/n ഒക്കെ 0ലേക്ക് വരും. അപ്പോൾ നമുക്ക് ആ കൂടെ ക്ലോസ് ലെവൽ 0 ഒരു ഒറ്റ വാല്യൂ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, 0 ആയിട്ട് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ലിമിറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് സീക്വൻസ് എഫ് എൻ കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് ഓൺ ക്ലോസ് ലെവൽ 0, 1 where f of x is equal to 0 for every x element of 0, 1. ഓക്കെ, ഇനി നമ്മുടെ കയ്യിലുള്ള ഓരോ എഫ് എന്നുകളും കണ്ടിന്യൂസ് ആണ്, സ്റ്റെപ്പ് ആണെങ്കിലും അവർ കണ്ടിന്യൂസ് ആണ് ഓൺ ക്ലോസ് ലെവൽ 0, 1. അതെങ്ങനെയാണ് മനസ്സിലാവുന്നത് വെച്ചാൽ ആ 1/n n സ്ക്വയർ എക്സിൻ്റെയും അതുപോലെ -n സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 2/n വാല്യൂ സെയിം ആണ്. അതുപോലെ 2/n -n സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 2/n 0 വാല്യൂ ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള സ്റ്റെപ്സിൽ ഫംഗ്ഷൻ വാല്യൂ സെയിം ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ഓരോ എഫ് എന്നുകളും കണ്ടിന്യൂസ് ആണ്. എഫും നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടാണ് കണ്ടത്. ആൻഡ് സോ ഓരോ എഫ് എന്നുകളും എഫും എല്ലാം റീമാൻ ഇൻ്റഗ്രബിൾ ആണ് ഓൺ ക്ലോസ് ലെവൽ 0, 1 എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, നൗ ഇൻ്റഗ്രൽ 0 to 1 എഫ് എൻ കാൽക്കുലേറ്റ് ചെയ്യാണ്. അത് നമ്മൾ സ്റ്റെപ്പായിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻ്റഗ്രൽ എടുക്കണം. അങ്ങനെ എടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 1 എന്നാണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 1 എഫ് എൻ is equal to 1 for every n greater than or equal to 2. And so limit n tends to infinity integral 0 to 1 fn is equal to 1 for every n greater than or equal to 2. Okay, ഇനി f of x is equal to 0 ആണ് for every x element of 0, 1. And so f റീമാൻ ഇൻ്റഗ്രബിളും ആണ് ആൻഡ് ഇൻ്റഗ്രൽ 0 to 1 f എന്ന് പറയുന്നത് എന്താണ്, 0 തന്നെയാണ്. ഓക്കെ, സോ വി ക്യാൻ സീ ഹിയർ ദാറ്റ് ഇൻ്റഗ്രൽ 0 to 1 f which is equal to 0 which is not equal to 1 and that is equal to limit n tends to infinity integral 0 to 1 fn. അതായത് ഇവിടെ നമുക്ക് ഇൻ്റഗ്രലും ലിമിറ്റും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇതിൻ്റെ അർത്ഥം എന്താണ്, സീക്വൻസ് എഫ് എൻ ഡസ് നോട്ട് കൺവേർജസ് യൂണിഫോംലി ടു എഫ് ഓൺ ക്ലോസ് ലെവൽ 0, 1 എന്നാണ് ബൈ ദ തിയറം ഓഫ് ഇൻ്റർചേഞ്ച് ഓഫ് ലിമിറ്റ് ആൻഡ് ഇൻ്റഗ്രൽ. ഓക്കെ, അതായത് ആ തിയറത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ എഫ് എന്നുകളും റീമാൻ ഇൻ്റഗ്രബിളാണ്, കൺവെർജൻസ് യൂണിഫോമും ആണ് എങ്കിൽ എഫും റീമാൻ ഇൻ്റഗ്രബിളായിരിക്കും, ലിമിറ്റും ഇൻ്റഗ്രലും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ലിമിറ്റും ഇൻ്റഗ്രലും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ് എന്തായിരിക്കും,
സീക്വൻസിൻ്റെ കൺവേർജൻസ് യൂണിഫോം അല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, സോ നമ്മുടെ പ്രോബ്ലത്തിൽ ഇത് യൂണിഫോംലി കൺവേർജൻ്റ് അല്ല എന്നാണ് കാണിക്കേണ്ടിയിരുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു തിയറം വെച്ചിട്ട് സിമ്പിളായിട്ട് കാണിക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ദ problem. Thank you.